ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിലെ നിർണായക മത്സരങ്ങളിൽ ആഴ്സണലിനും ലിവർപൂളിനും തോൽവി. ആഴ്സണൽ അസ്റ്റൺ വില്ലയോടും ലിവർപൂൾ ക്രിസ്റ്റൽ പാലസിനോടുമാണ് അടിയറവ് പറഞ്ഞത്. ഇതോടെ കഴിഞ്ഞ ദിവസം ലീഗ് ടേബിൾ ടോപ്പിലെത്തിയ മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്ത് തുടരും. സ്വന്തം മൈതാനത്ത് അസ്റ്റൺ വില്ലയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആഴ്സണൽ പരാജയപ്പെട്ടത്. ഭൂരിഭാഗം സമയവും ഗോൾ രഹിതമായിരുന്ന മത്സരത്തിൻ്റെ 84-ാം മിനിറ്റിൽ ലിയോൺ ബെയ്ലിയിലൂടെ അസ്റ്റൺ വില്ല ആദ്യ ലീഡെടുത്തു. 87-ാം മിനിറ്റിൽ ആഴ്സണൽ വലയിൽ വീണ്ടും പന്തെത്തിച്ച് ഒലി വാറ്റ്കിൻസ് അസ്റ്റൺ വില്ലയുടെ വിജയം ഉറപ്പാക്കി. ഈ വിജയം അസ്റ്റൺ വില്ലയ്ക്ക് ടോപ്പ് 4-ൽ തുടരാൻ സഹായകമാവും. ആൻഫീൽഡിൽ ക്രിസ്റ്റൽ പാലസിനോട് എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ലിവർപൂൾ തോറ്റത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റൽ പാലസ് ലീഡെടുത്തു. 14-ാം മിനിറ്റിൽ ഇസയാണ് ക്രിസ്റ്റൽ പാലസിനായി ഗോൾ നേടിയത്. മത്സരത്തിൽ ലിവർപൂൾ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അവ മുതലെടുക്കാൻ അവർക്കായില്ല. ക്രിസ്റ്റൽ പാലസ് കീപ്പർ ഡീൻ ഹെൻഡേഴ്സന്റെ മികച്ച സേവുകളും ക്രിസ്റ്റൽ പാലസ് ഡിഫൻഡർമാരുടെ മികച്ച ബ്ലോക്കുകളും ലിവർപൂളിന്റെ പരാജയം ഉറപ്പാക്കുകയും ചെയ്തു. ആഴ്സണലും ലിവർപൂളും പരാജയപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം ലുറ്റനെ വീഴ്ത്തിയ മാഞ്ചസ്റ്റർ സിറ്റി 32 മത്സരങ്ങളിൽ 73 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. 71 പോയിന്റുമായി ആഴ്സണൽ രണ്ടാമത് നിൽക്കുമ്പോൾ 71 പോയിന്റ് തന്നെയുള്ള ലിവർപൂൾ മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു. 33 മത്സരങ്ങളിൽ 63 പോയിന്റുമായി അസ്റ്റൺ വില്ല 4-ാം സ്ഥാനത്താണ്. ഇനി ലീഗിൽ ആകെ 6 മത്സരങ്ങളാണ് ശേഷിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.